വാർത്തകൾക്കപ്പുറത്തെ നിരീക്ഷണങ്ങളും വിശകലനങ്ങളും തേടിയുള്ള ബിയോണ്ട് ദി ന്യൂസിലേക്ക് സ്വാഗതം. ആഗോള ക്രൈസ്തവ സഭയിലെ സുപ്രധാന പ്രഖ്യാപനങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം വത്തിക്കാൻ വേദിയായത്. ഭാരതസഭ ഏറെ കാത്തിരുന്ന പ്രഖ്യാപനങ്ങളിലൊന്നായിരുന്നു അത്. രക്തസാക്ഷിയായ വാഴ്ത്തപ്പെട്ട ദൈവസഹായം പിള്ളയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് ഫ്രാൻസിസ് പാപ്പ അംഗീകാരം നൽകി. ഒപ്പം ബ്രിട്ടീഷ് കമ്പ്യൂട്ടർ വിദഗ്ധനായ ബാലൻ ചാൾസ് അക്കൂത്തീസിന്റെ മധ്യസ്ഥതയിലുള്ള അത്ഭുതത്തിനും വത്തിക്കാൻ അംഗീകാരം നൽകി. വിശുദ്ധ പദവിയിലേക്ക് ഉയരുന്ന ഈ രണ്ട് തീക്ഷ്ണ വിശ്വാസങ്ങളെയാണ് ബിയോണ്ട് ദി ന്യൂസ് പരിശോധിക്കുന്നത്. ഇന്ത്യയുടെ അറിയപ്പെടാത്ത ഒരു ഗ്രാമത്തിൽ ജനിച്ച ക്രൈസ്തവ വിശ്വാസത്തിനായി രക്തസാക്ഷിയായ ദൈവസഹായം പിള്ളയുടെയും ആധുനിക സാങ്കേതിക വിദ്യാരംഗത്ത് ബാല്യത്തിലെ മിന്നുന്ന പ്രഭ ചൊരിഞ്ഞ ചാൾസ് അക്കൂത്തീസിന്റെയും വിശുദ്ധ പദവിയിലേക്കുള്ള പ്രഖ്യാപനം ഒന്നിച്ചായിരുന്നു. രണ്ട് ജീവിത മേഖലകളിൽ തീക്ഷ്ണമായ വിശ്വാസം ഉയർത്തിപ്പിടിച്ചവരായിരുന്നു ഇരുവരും. വിശ്വാസ തീക്ഷ്ണത കൊണ്ട് ഉയരങ്ങളിലെത്തിയ ദേവദാസൻ പിള്ളയുടെയും ചാൾസ് അക്കൂത്തീസിന്റെയും പേരുകൾ വത്തിക്കാനിൽ പ്രഖ്യാപിക്കപ്പെട്ടത് ശനിയാഴ്ചയായിരുന്നു. 8 പുതിയ പ്രഖ്യാപനങ്ങളാണ് വത്തിക്കാനിൽ നിന്ന് ഉണ്ടായത്. വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള തിരുസംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ ആഞ്ചലോ ബെച്ചുവിന് ഫ്രാൻസിസ് പാപ്പ അനുവദിച്ച കൂടിക്കാഴ്ചയിലാണ് പ്രഖ്യാപനങ്ങൾക്കുള്ള അനുമതി നൽകിയത്. ഇവയിലെ ഏറെ പ്രധാനപ്പെട്ട 3 പ്രഖ്യാപനങ്ങളായിരുന്നു വാഴ്ത്തപ്പെട്ടവരായ ദേവദാസൻ പിള്ളയുടെയും ചാൾസ് അക്കൂത്തീസിന്റെയും ഇറ്റലിക്കാരിയായ വാഴ്ത്തപ്പെട്ട മരിയ ഫ്രാൻചെസ്കയുടെയും വിശുദ്ധ പദവി പ്രഖ്യാപനത്തിനുള്ള അനുമതി. 1712 ഏപ്രിൽ 23 മുതൽ 1752 ജനുവരി 14 വരെ ജീവിച്ചിരുന്ന ദൈവസഹായം പിള്ള 40 വർഷത്തെ ജീവിതം കൊണ്ടാണ് ക്രൈസ്തവ വിശ്വാസം ഏറ്റുപറഞ്ഞ് രക്തസാക്ഷിത്വം വരിച്ചത്. അന്നത്തെ തിരുവിതാംകൂറിലെ തട്ടാലമാണ് ദൈവസഹായം പിള്ളയുടെ ജന്മസ്ഥലം. ഹൈന്ദവ വിശ്വാസത്തിൽ വളർന്നു വന്ന ദൈവസഹായം പിള്ളയുടെ വിശുദ്ധ പദവിയിലേക്കുള്ള വഴികൾ വ്യത്യസ്തമായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരത്തിൽ ഉദ്യോഗസ്ഥനായിരുന്നു നീലകണ്ഠപിള്ള എന്ന ദൈവസഹായം പിള്ള. പത്മനാപുരം കൊട്ടാരം പണിയുടെ മേൽനോട്ടക്കാരനും നീലകണ്ഠസ്വാമി ക്ഷേത്രത്തിന്റെയും കാര്യക്കാരനുമായാണ് നീലകണ്ഠൻ പിള്ളയുടെ രാജാവായി സേവനമനുഷ്ഠിച്ചു വന്നിരുന്നത്. വിശ്വസ്തനായ സേവകനായിരുന്ന നീലകണ്ഠൻ പിള്ള രാജാവിന്റെ വിശ്വാസം ആർജിച്ചതോടെയാണ് വലിയ ചുമതലകളിലേക്ക് ഉയർന്നത്. 1741 കുളച്ചിൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. പിടിയിലായ ഡച്ച് സൈന്യാധിപൻ ഡിലനോയ് തിരുവിതാംകൂർ സൈന്യത്തിന്റെ പിടിയിലായി. എന്നാൽ ഡിലനോയുടെ സാങ്കേതിക ജ്ഞാനവും സത്യസന്ധതയും കർമ്മശേഷിയും തിരിച്ചറിഞ്ഞ് രാജാവ് അദ്ദേഹത്തെ നിർണായക ചുമതലകൾ ഏൽപ്പിച്ചു. അംഗരക്ഷ സേനാധിപനായി തീർന്ന ഡിലനോയെ ഒട്ടേറെ വികസന പദ്ധതികളും ചുമതലകളും ഏൽപ്പിച്ചു. പാശ്ചാത്യ സൈനിക പരിശീലനം, ആധുനികവൽക്കരണം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തനം ആരംഭിച്ച ഡിലനോയെ സഹായിക്കാനുള്ള ദൗത്യം ദൈവസഹായം പിള്ളയ്ക്കായിരുന്നു. അടിയുറച്ച ക്രൈസ്തവ വിശ്വാസിയായിരുന്നു ഡിലനോയ്. പ്രവാസ ജീവിതത്തിന്റെ ദുരിതങ്ങൾക്കിടയിലും ക്രൈസ്തവ വിശ്വാസത്തിലായിരുന്നു ഡിലനോയ് ആശ്വാസം കണ്ടെത്തിയിരുന്നത്. അധിക സമയം പ്രാർത്ഥനയിലും ബൈബിൾ വായനയിലും മുഴുകിയിരുന്ന ഡിലനോയുടെ ജീവിതം നീലകണ്ഠപിള്ളയിലും ജിജ്ഞാസ വളർത്തി. ഡിലനോയുമായുള്ള സൗഹൃദം നീലകണ്ഠപിള്ളയെ മാറ്റിമറിക്കുകയായിരുന്നു. അടിക്കടിയുണ്ടായ ദുരന്തങ്ങൾ മൂലം ഏറെ അസ്വസ്ഥനായിരുന്ന നീലകണ്ഠൻ പിള്ളയ്ക്ക് ആശ്വാസം പകർന്നത് ഡിലനോയുടെ വാക്കുകളായിരുന്നു. തന്റെ ക്രൈസ്തവ വിശ്വാസത്തിൽ അചഞ്ചലനായി ദുരിതങ്ങളെ നേരിടുന്ന ഡിലനോയിൽ നിന്നും ക്രൈസ്തവ വിശ്വാസത്തിന്റെ പാഠങ്ങൾ തിരിച്ചറിഞ്ഞ നീലകണ്ഠപിള്ള ക്രൈസ്തവ വിശ്വാസത്തിന്റെ വഴിയിലൂടെ കടന്നു പോവുകയായിരുന്നു. മനുഷ്യനായി പിറന്ന ദൈവപുത്രൻ പാപികൾക്കായി കുരിശിൽ മരിച്ചതും 3-ാം നാൾ ഉയർത്തതും ഡിലനോയ് നീലകണ്ഠപിള്ളയ്ക്ക് വിശദീകരിച്ചു നൽകി. യേശുവിനോടുള്ള സ്നേഹം വർദ്ധിച്ച് നീലകണ്ഠപിള്ള ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഡിലനോയ് തിരുനെൽവേലിയിലെ വടക്കൻകുളത്തെ തിരുകുടുംബ ദേവാലയ വികാരിയായ ഫാദർ ബുത്താരിയുടെ പക്കലേക്ക് അയക്കുകയായിരുന്നു. ഉടൻ ജ്ഞാനസ്നാനം നൽകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ശരിയായ വിശ്വാസത്തിലേക്ക് വളരുന്നതിന് പ്രകാശ് പിള്ള എന്ന ഉപദേശിയിൽ വിശ്വാസ പാഠങ്ങൾ പഠിപ്പിക്കാൻ ചുമതലപ്പെടുത്തുകയായിരുന്നു. നീണ്ട കാത്തിരിപ്പുകൾക്ക് ശേഷം ഫാദർ ബുട്ടാരി നീലകണ്ഠപിള്ളയ്ക്ക് ജ്ഞാനസ്നാനം നൽകുകയായിരുന്നു. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച നീലകണ്ഠപിള്ള അന്നു മുതലാണ് ദൈവസഹായം പിള്ള എന്ന പുതിയ പേര് സ്വീകരിച്ചത്. നീലകണ്ഠപിള്ളയിൽ നിന്നും 33 വർഷങ്ങൾക്ക് ശേഷം ദൈവസഹായം പിള്ളയിലെത്തിയ രാജ്യസേവകനെ കാത്തിരുന്നത് ദുരിതങ്ങളും വേദനകളുമായിരുന്നു.
ഉയർന്ന ജോലിയുണ്ടായിരുന്ന നീലകണ്ഠപിള്ള ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നതറിഞ്ഞ് നാടും ജനങ്ങളും ഭരണാധികാരികളും ദൈവസഹായം പിള്ളയ്ക്കെതിരായി മാറി. ദൈവസഹായം പിള്ളയുടെ പിന്നീടുള്ള 7 വർഷത്തെ ജീവിതയാത്ര രക്തസാക്ഷിത്വത്തിലേക്കുള്ളതായിരുന്നു. ദൈവസഹായം പിള്ള അതിക്രൂരമായി പരസ്യമായി പീഡിപ്പിക്കപ്പെട്ടു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ക്രൂരപീഡനങ്ങളിൽ പതറാതെ നിന്ന ദൈവസഹായം പിള്ളയെ കണ്ടുകൊണ്ട് ജനങ്ങൾ പലരും അന്വേഷിച്ചു, ആരാണ് യേശു? ദൈവസഹായം പിള്ളയെ വേദനകളിലും പിടിച്ചു നിർത്തുന്ന ആ അചഞ്ചല ശക്തിയെ തേടുകയായിരുന്നു പലരും. ദൈവസഹായം പിള്ളയുടെ വിശ്വാസമാറ്റത്തെ രാജാവിനും ബന്ധപ്പെട്ടവരിലും അസ്വസ്ഥത സൃഷ്ടിച്ചു. പല വിധത്തിലും പഴയ വിശ്വാസത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചുവെങ്കിലും ദൈവസഹായം പിള്ള പിന്മാറിയില്ല. ഇതോടെ ഭീഷണികൾക്കും പ്രലോഭനങ്ങൾക്കും വഴങ്ങാതായതോടെ വ്യാജ പരാതികളുമായി ഓരോ വിഭാഗങ്ങളും രംഗത്തെത്തി. അവസാനം സമ്മർദ്ദങ്ങൾ രൂക്ഷമായതോടെ രാജാവ് ദൈവസഹായം പിള്ളയ്ക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഉത്തരവിട്ടു. പത്മനാഭപുരത്തു നിന്നും ദൈവസഹായം പിള്ളയെ പിടിച്ചുകെട്ടി വസ്ത്രങ്ങൾ മാറ്റിയ ശേഷം തടവ് പുള്ളിയെ പോലെ കൊട്ടാരത്തിലേക്ക് നടത്തിക്കൊണ്ടുപോയി. ആശ്രിതനായിരുന്ന ദൈവസഹായം പിള്ളയെ അവസാന പരിശ്രമമെന്ന നിലയിൽ സ്ഥാനമാനങ്ങൾ നൽകി പ്രലോഭിച്ചുവെങ്കിലും എല്ലാം വിഫലമായി. തുടർന്ന് കൽത്തുറുങ്കിലടയ്ക്കാൻ രാജാവ് കൽപ്പിച്ചു. ഏകാന്തമായ തടവറവാസത്തിന് ശേഷവും ദൈവസഹായം പിള്ളയുടെ മനസ്സ് മാറിയില്ല. ഇതേ തുടർന്ന് കർശനമായ പീഡനങ്ങൾ ഏൽപ്പിക്കാൻ ഉത്തരവായി. അക്കാലങ്ങളിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം രൂക്ഷമായ പീഡനങ്ങളായിരുന്നു പിന്നീട് ഉണ്ടായത്. ദൈവസഹായം പിള്ള ഇരയായ പീഡനങ്ങളുടെ ചിത്രവിവരണം ദൈവസഹായം മൗണ്ടിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ദൈവസഹായം പിള്ളയെ കൈകാലുകൾ ബന്ധിച്ച് എരുമപ്പുറത്തിരുത്തി തെരുവുകളിലൂടെ നടത്തി ഭടന്മാർ ദിവസവും 30 അടി വീതം നൽകുമായിരുന്നു. അടിയേറ്റ് മുറിവുകളെല്ലാം വ്രണമായി മാറിയപ്പോഴും മർദ്ദനമുറകൾ തുടരുകയായിരുന്നു. മുറിഞ്ഞു പഴുത്ത വ്രണങ്ങളോടെയുള്ള ശരീരത്തിൽ മുളകുപൊടി തൂവി വെയിലത്ത് നിർത്തിക്കൊണ്ടായിരുന്നു ശിക്ഷകൾ തുടർന്നത്. എരുമപ്പുറത്തുള്ള യാത്രയിൽ അവശനായി വീഴുമ്പോഴും യാത്ര തുടരുകയാണ് പതിവ്. പാതയിലൂടെ ദൈവസഹായം പിള്ളയെ വലിച്ചിഴച്ചുകൊണ്ട് എരുമ നീങ്ങുമ്പോഴും ഭടന്മാർ മർദ്ദനം നിർത്തിയിരുന്നില്ല. ക്രൂരമായ ഈ മർദ്ദനമുറകൾ ഒരു വിഭാഗത്തെ ആനന്ദിപ്പിക്കുമ്പോഴും വലിയൊരു വിഭാഗത്തിൽ ദയനീയത ഉണർത്തുകയായിരുന്നു. ക്രൂര പീഡനങ്ങളിലും പതറാതെ ക്രൈസ്തവ വിശ്വാസം ഉയർത്തിപ്പിടിച്ചത് പലരെയും അത്ഭുതപ്പെടുത്തി. ആ സാക്ഷ്യം പലരെയും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് അടുപ്പിച്ചു. നിരവധി പേർ അദ്ദേഹത്തെ കാണുവാനും ആശ്വസിപ്പിക്കുവാനുമായി തടവറയിലെത്തിക്കൊണ്ടിരുന്നു. നിരവധി പേരുടെ മാനസിക പരിവർത്തനത്തിനും ക്രിസ്തുവിനെ അറിയുവാനും ഇത് ഇടയാക്കി. ദൈവസഹായം പിള്ളയെ പിന്നീട് പെരുവിളിയിലേക്ക് മാറ്റാൻ നിർദ്ദേശമുണ്ടായി. കുറ്റവാളികളെ തൂക്കിലേറ്റിയിരുന്നത് ഇവിടെ വെച്ചായിരുന്നു. ഇതിനായി തെരഞ്ഞെടുത്ത പ്രത്യേക കുടുംബങ്ങളെയും ഇവിടെ പാർപ്പിച്ചിരുന്നു. ഇവിടേക്കുള്ള ദൈവസഹായ പിള്ളയുടെ യാത്ര അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു. കഠിന പീഡനങ്ങളുടെയായിരുന്നു പെരുവിളിയിലേക്ക് യാത്രയായത്. യാത്രക്കിടയിൽ ദാഹിച്ചു വലഞ്ഞ ദൈവസഹായം പിള്ള വെള്ളത്തിനായി കരഞ്ഞപ്പോൾ അഴുക്കുവെള്ളമാണ് കുടിക്കാൻ നൽകിയത്. തുടർന്ന് ഭടന്മാർ വിശ്രമിക്കവേ ദാഹാർത്തനായി പാറപ്പുറത്തിരുന്ന ദൈവസഹായം പിള്ള വെള്ളത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ചങ്ങലക്കെട്ടുള്ള കൈകൾ കൊണ്ട് പാറപ്പുറത്തടിച്ചു. പാറയിൽ നിന്നും ഉടനെ ജലപ്രവാഹമുണ്ടായി. വെള്ളം കുടിച്ച് ദാഹം ശമിപ്പിച്ച ദൈവസഹായ പിള്ളയുടെ പ്രവൃത്തി കണ്ട് ഭടന്മാരും നാട്ടുകാരും അത്ഭുതപ്പെട്ടു. പലരും ഇതോടെ ദൈവസഹായം പിള്ളയെ ഒരു അത്ഭുത മനുഷ്യനായി കണ്ടു തുടങ്ങി. ഭടന്മാരും ഇക്കാര്യങ്ങളിൽ വിശ്വസിച്ചതോടെ പീഡനങ്ങളുടെ ശക്തി കുറഞ്ഞു. നിരവധി പേർ അദ്ദേഹത്തെ കാണുവാനും പ്രാർത്ഥനയ്ക്കായും എത്തിച്ചേർന്നുകൊണ്ടിരുന്നു. കുഞ്ഞുങ്ങളില്ലാതിരുന്ന പെരുവിളയിലെ ആരാച്ചാർ ദമ്പതികൾക്ക് ദൈവസഹായം പിള്ളയുടെ പ്രാർത്ഥനയുടെ ശക്തിയായി കുഞ്ഞുങ്ങൾ ഉണ്ടായതും നിരവധി പേരെ വിശ്വാസത്തിലേക്ക് അടുപ്പിച്ചു. അദ്ദേഹത്തിൽ നിന്നും നിരവധി പേർ അത്ഭുതങ്ങളിലൂടെ രോഗശാന്തിയിലേക്ക് എത്തുന്നുണ്ടെന്നറിഞ്ഞതോടെ കൊട്ടാരത്തിലും അസ്വസ്ഥതയുളവാക്കി. നിരവധി പേർ അദ്ദേഹത്തിനൊപ്പം ചേരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ രാജാവ് ദൈവസഹായം പിള്ളയെ വകവരുത്തിയില്ലെങ്കിൽ അപകടമാണെന്ന് കണ്ട് അദ്ദേഹത്തെ വധിക്കാൻ ഉത്തരവിട്ടു. കാറ്റാടിമാലിയിൽ വെച്ച് ഉത്തരവനുസരിച്ച് ദൈവസഹായം പിള്ളയെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ദൈവസഹായം പിള്ള കൊല്ലപ്പെട്ട സ്ഥലങ്ങൾ ഇപ്പോഴും സുരക്ഷിത സ്ഥലമായി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പൂജാവശിഷ്ടങ്ങൾ കോട്ടാർ രൂപതയുടെ കത്തീഡ്രലിൽ അടക്കം ചെയ്യുകയായിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിനു വേണ്ടി ധീരമായി പൊരുതി രക്തസാക്ഷിത്വം വരിച്ച ഭാരതത്തിൽ നിന്നും ആദ്യ അൽമായനാണ് വിശുദ്ധ പദവിയിലേക്ക് കാലൂന്നുന്നത്. ദൈവസഹായം പിള്ളയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനം ഭാരത കത്തോലിക്ക സഭയിലെ വലിയ ആത്മീയ ഉണർവാണ് പ്രദാനം ചെയ്തിരിക്കുന്നത്.
ഭാരതത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു അൽമായൻ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നുള്ളത് അൽമായ സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ സന്തോഷവും ഉണർവും പ്രദാനം ചെയ്യപ്പെടുന്നു. ഭാരത കത്തോലിക്ക സമിതിയുടെ അൽമായ കൗൺസിൽ സെക്രട്ടറി എന്ന നിലയിൽ ദേവസഹായം പിള്ളയുടെ വിശുദ്ധ പദവി ഞങ്ങൾ വളരെയേറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. CBCയുടെ പ്ലീനറി സമ്മേളനം കഴിഞ്ഞ നിമിഷങ്ങളിൽ വത്തിക്കാനിൽ നിന്ന് നടത്തിയ പ്രഖ്യാപനം സഭയിൽ കൂടുതൽ ആത്മീയ സന്തോഷത്തിനുള്ള വകയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 1712 ജനിച്ച് 1752 40-ാമത്തെ വയസ്സിൽ വെടിയുണ്ടയേറ്റ് മരണപ്പെട്ട ദേവസഹായം പിള്ള ഭാരതത്തിലെ ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സഹനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച് വളരെയേറെ ക്രൂര മർദ്ദനങ്ങളേറ്റ് വിശ്വാസത്തിനു വേണ്ടി സാക്ഷ്യം വഹിച്ച നിലകൊണ്ട വലിയ വ്യക്തിത്വമായിരുന്നു ദേവസഹായം പിള്ള. വിശ്വാസത്തിന് നേരെയും സഭാ സംവിധാനങ്ങൾക്ക് നേരെയും ഇന്നുയരുന്ന ആക്ഷേപങ്ങളും അവഗണനകളും ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇതൊന്നും ക്രൈസ്തവ സഭയുടെയും കത്തോലിക്ക സഭയുടെ പ്രത്യേകിച്ചും പ്രവർത്തനങ്ങൾക്കും ആത്മീയതയ്ക്കും യാതൊരു പോറലും ഏൽക്കില്ല എന്നുള്ള ഉറച്ച പ്രഖ്യാപനമാണ് ദേവസഹായം പിള്ളയുടെ വിശുദ്ധ പദവിയിലൂടെ ലോകത്തിനു മുമ്പിൽ സഭ ഉയർത്തിക്കാട്ടുന്നത്. ദേവസഹായം പിള്ളയുടെ മധ്യസ്ഥതയിൽ രോഗശാന്തി പഠന വിധേയമാക്കി സ്ഥിരീകരിച്ചതോടെയാണ് വിശുദ്ധ പദവിയിലേക്കുള്ള പ്രഖ്യാപനത്തിന് ഫ്രാൻസിസ് പാപ്പ അനുമതി നൽകിയിരിക്കുന്നത്. ദേവസഹായം പിള്ളയ്ക്കൊപ്പം വത്തിക്കാൻ പ്രഖ്യാപിച്ച ദൈവദാസൻ ചാൾസ് അക്കൂത്തീസിന്റെയും ജീവിതം വിസ്മയകരമായിരുന്നു. 15 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ സൈബർ അപ്പസ്തോലൻ എന്ന് വിശേഷിപ്പിക്കുന്ന വിധമായിരുന്നു ചാൾസിന്റെ പ്രവർത്തനങ്ങൾ. ദിവ്യകാരുണ്യ ഭക്തിയുടെ അഗാധമായ ഭക്തിയുണ്ടായിരുന്ന ആ കൊച്ചു ബാലൻ തന്റെ ചെറിയ ജീവിതത്തിനിടയിൽ 136 ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ശേഖരമൊരുക്കി ലോകത്തെ വിസ്മയിപ്പിക്കുകയായിരുന്നു. സാങ്കേതിക വിദ്യയിലൂടെ ദൈവിക ശബ്ദത്തിന്റെ പ്രഘോഷകനായി ചാൾസ് യുവജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവദാസനാണ്. 21ാം നൂറ്റാണ്ടിന്റെ വിശുദ്ധനെന്ന് ലോകം വാഴ്ത്തപ്പെടുന്ന ചാൾസ് അക്കൂത്തീസ് 1991 ലണ്ടനിലാണ് ജനിച്ചത്. ഇറ്റലിക്കാരായ മാതാപിതാക്കൾ പിന്നീട് മിലാനിലേക്ക് മടങ്ങുകയായിരുന്നു. ദിവ്യകാരുണ്യ ഭക്തി കൊണ്ട് ശ്രദ്ധേയനായ ചാൾസ് അക്കൂത്തീസ് കുഞ്ഞുനാളിലെ മണിക്കൂറുകളോളം ദിവ്യകാരുണ്യത്തിന് മുൻപിൽ ചിലവഴിക്കാറുണ്ട്. സാങ്കേതിക വിദ്യയിൽ പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിലും അഗാധമായ അറിവ് നേടിയ അക്കൂത്തീസ് 11ാം വയസ്സിൽ തന്നെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനായി മാതാപിതാക്കന്മാർക്കൊപ്പം സഞ്ചരിച്ച ചാൾസ് 2.5 വർഷം കൊണ്ട് സുഹൃത്തായ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഒരു ശേഖരം തന്നെ ഒരുക്കി. 136 ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ വിവരങ്ങളാണ് കൊച്ചു അക്കൂത്തീസ് ശേഖരിച്ചത്. ഇതിനായി വെർച്വൽ ലൈബ്രറിയും ഒരുക്കി. 5 ഭൂഖണ്ഡങ്ങളിൽ ഇതിന്റെ പ്രദർശനവും നടത്തി. ഈശോയോട് അടുത്തിരിക്കുക എന്നതാണ് തന്റെ ജീവിതത്തിലെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അക്കൂത്തീസ് ദിവ്യകാരുണ്യത്തിന്റെ ശേഖരമൊരുക്കിയിരുന്നത്. ആ ജീവിത ലക്ഷ്യത്തിലേക്ക് 15ാം വയസ്സിൽ തന്നെ അക്കൂത്തീസ് 2006 ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങിയത്. ദിവ്യകാരുണ്യം എത്രയധികമായി സ്വീകരിക്കുന്നുവോ അത്രമാത്രം നാം യേശുവിനെ പോലെയാകുമെന്നും ഈ ലോകത്തിൽ തന്നെ സ്വർഗത്തിന്റെ മുന്നാസ്വാദനം ഉണ്ടാകുമെന്നും ചാൾസ് 11ാം വയസ്സിൽ തന്നെ കുറിച്ചിട്ടിരുന്നു. ലുക്യമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അക്കൂത്തീസ്. രോഗത്തിന്റെ വേദനയാൽ വലയുമ്പോഴും തന്റെ വേദനകൾ മാർപ്പാപ്പയ്ക്കും സഭയ്ക്കുമായി കാഴ്ചവെക്കുകയായിരുന്നു അക്കൂത്തീസ്. 2018 ജൂലൈയിൽ ഫ്രാൻസിസ് പാപ്പയാണ് അക്കൂത്തീസിനെ ധന്യരുടെ നിരയിലേക്ക് ഉൾപ്പെടുത്തിയത്. അടുത്തയിടെ അക്കൂത്തീസിന്റെ ശരീരം അഴുകാത്ത നിലയിൽ കണ്ടെത്തിയെന്ന് നാമകരണ നടപടികളുടെ പോസ്റ്റുലേറ്റർ ഫാദർ മാർ സെലോ ടെനോറിയോ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ സമപ്രായരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അക്കൂത്തീസിന്റെ പ്രവർത്തനങ്ങൾ. ചെറുപ്രായത്തിൽ കൂട്ടുകാരുമൊത്ത് ഉല്ലസിക്കുന്നതിനേക്കാൾ ദിവ്യകാരുണ്യത്തിനോടൊപ്പം ഇരിക്കാനാണ് ഈ ബാലൻ ശ്രമിച്ചത്.
ബ്രസീലിലെ ഒരു കുടുംബത്തിന് ലഭിച്ച രോഗസൗഖ്യം വിലയിരുത്തിയാണ് അത്ഭുത രോഗശാന്തി സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ നവംബറിലായിരുന്നു മെഡിക്കൽ സംഘം ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ജന്മന പാൻക്രിയാസിന് തകരാറുള്ള കുട്ടിയുടെ രോഗമാണ് അക്കൂതീസിന്റെ മധ്യസ്ഥതയിൽ അത്ഭുതകരമായി മാറിയത്. ഇത് സംബന്ധിച്ച രേഖകൾ വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള തിരുസംഘം മാർപ്പാവയ്ക്ക് സമർപ്പിക്കുകയും പാപ്പ അതിന് അംഗീകാരം നൽകുകയുമായിരുന്നു. വിശുദ്ധിയുടെ കൽപ്പടവുകൾ കയറിയ രണ്ട് ദൈവദാസന്മാരും വ്യത്യസ്തമായ മേഖലകളിലൂടെയാണ് വിശുദ്ധ പദവിയിലേക്ക് എത്തുന്നത്. അവരുടെ കാലഘട്ടങ്ങളിൽ വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച ഇരുവരും വിശ്വാസം കൊണ്ട് നേടിയത് അസാധാരണമായ വിശ്വാസ സമൂഹങ്ങളെയായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വാർത്താവിനിമയ ബന്ധങ്ങൾ പോലും ഇല്ലാതിരുന്ന കാലത്ത് ഡച്ച് പടനായകനിലൂടെ ഇന്ത്യയുടെ കുഗ്രാമത്തിലേക്ക് വിശ്വാസ തീക്ഷ്ണത ഉയർത്തിയ ദൈവസഹായം പിള്ളയും ആധുനിക കാലത്ത് സൈബർ ലോകത്തെ സാധ്യതകൾ ഉപയോഗിച്ച് ലോകമെങ്ങും വിശ്വാസ വലവിരിച്ച ചാൾസും തുറക്കുന്നത് അനന്ത വിശ്വാസ സാധ്യതകളാണ്. ബിയോണ്ട് ദ ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വിശകലനങ്ങളും വിഷയങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.